पति ब्रह्मचारी। എത്ര വലിയ കൊട്ടാരവാ അമ്മേ. ഇതിനകത്ത് താമസിക്കുന്നത് ഒരു രാജകുമാരി തന്നെയായിരിക്കും. എത്ര ഭാഗ്യവതിയല്ലേ. ഈശാ, ഈശാ, അമ്മേ. ഈശാ, ഈശാ, അമ്മേ. ഈശാ, അമ്മേ, അമ്മ എങ്ങോട്ടാ പോയേ? എന്റെ അടുത്തേക്ക് വാ അമ്മ. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. എവിടെ ഒളിച്ചിരിക്കുക? അമ്മ, അമ്മ, അമ്മേ, എന്നെ ഒറ്റക്കാക്കിട്ട് എങ്ങോട്ടാ പോയത്? എന്തിനാ അമ്മ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്റെ അടുത്തേക്ക് വാ. രാമ 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 ഗുലാബ് പാൻ മസാല. രാമ 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 രാമ. അത് പിന്നെ അമ്മേ, തിരുമേനി തേങ്ങ ചോദിച്ചിരുന്നു പൂജയ്ക്ക് വേണ്ടി. എവിടെയാ വെക്കണ്ടേ? ഇത് നോക്കിക്കേ, ഇന്നേക്ക് ദിവസമാണ്. വരലക്ഷ്മി നോയമ്പ് നിനക്ക് അറിയത്തില്ലേ? അത് കൊണ്ടുപോയി അവിടെ വെക്ക്. രാമ 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 രാമ. നമസ്കാരം അമ്മേ. സന്തോഷമായിരിക്കും മോനെ. നിന്റെ പ്രശസ്തി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് ബാക്കിയുള്ള ആയുസ് കൂടെ ദൈവം നിനക്ക് തരണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം. രാമ 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 രാമ. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ആദ്യം മുതലേ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എന്റെ മോൻ നിന്റെ കൂടെ ഇരിക്കുമ്പോ നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ആരുടെ അനുഗ്രഹവും ആവശ്യമില്ല. രാമ 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 രാമ. കൃഷ്ണ ഭഗവാനെ, ഈശോയുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. രാമ 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 രാമ. പിന്നെയും തലയണ നനഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മോളൂട്ടി എണീറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. ഈ മുറിവ് എന്ത് പറ്റിയച്ചാ? എന്തുപറ്റി?
എന്താ ഇത്? ചുട്കി. ഈശയുടെ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേ, ചുട്കിയല്ല. സരള, നിങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ ഇവരെ എന്തായാലും ശിക്ഷിച്ചേ പറ്റൂ. നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടേയിരിക്കും. ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളാണ് സരള ആന്റി. നിങ്ങളല്ലേ ഇവരുടെ ഹെഡ്. അതുകൊണ്ട് ആദ്യം പണിഷ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പോ ഈ നിമിഷം തന്നെ 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോവാം. അതുപോലെ 4 ദിവസത്തിന്റെ ശമ്പളവും നിങ്ങൾക്ക് കിട്ടില്ല സരള ആന്റി. പക്ഷേ എന്നോട് തർക്കിക്കാൻ നിന്ന പണിഷ്മെന്റ് ഡബിൾ ആവും. ഇനി എന്തിനാ നിൽക്കുന്നേ? പൊയ്ക്കോ അവിടുന്ന്. സരള ജോലിക്കാരിയാ, പക്ഷെ നീ എങ്ങനെ ഇത്ര ഇറസ്പോൺസിബിൾ ആയി? നിനക്കെങ്കിലും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൂടായിരുന്നോ? ഷോ എന്റെ ഏട്ടാ, എന്തിനാ എന്റെ പാവ എടുത്തി ഇങ്ങനെ വഴക്ക് പറയുന്നേ? മരുമോളെ, ഇവക്ക് ക്രീം മറ്റോ പരട്ടി വിട്. ആ ശരി അച്ഛാ. ഈ പണം സരളാന്റിക്ക് കൊടുക്കണേ. വേറെന്ത് ചെയ്യാനാ? അച്ഛന്റെ വലിയ പണിഷ്മെന്റ് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ചെറിയ പണിഷ്മെന്റ് കൊടുത്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല മുട്ടുവേദനയാ. 4 ദിവസം വീട്ടിലിരുന്ന് അവർക്ക് റെസ്റ്റ് കിട്ടിയതുപോലെ ആയിരിക്കും. നിന്നെ പോലെ നല്ല മനസ്സ് ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ. ഒട്ടും ബഹുമാനമില്ല. എന്തൊരു ശല്യമാ. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നേ. അല്ലേലും ഈ ജോലി വലിച്ചെറിഞ്ഞിട്ട് എന്നേ ഞാൻ ഇവിടുന്ന് പോയേനെ. എന്നെ കൊടുക്കാമെന്ന് കരുതിയതല്ലേ. ഇപ്പൊ 4 ദിവസത്തേക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാലോ, അത് ശമ്പളമില്ലാതെ. സന്തോഷത്തോട് പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. നീയാണോ മയിൽപീലിയ കട്ടില് വെച്ചത്? ഇത്തവണ കേൾക്കേണ്ടത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷെ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും. സരള ചേച്ചി, ഭഗവാനാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം സരളേച്ചി. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പൈസ വാങ്ങിച്ചോളൂ, മടിക്കണ്ട, ഉപയോഗപ്പെടും. ഇല്ലല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേണ്ടെന്ന് പറയരുത്, ഇത് വാങ്ങിച്ചോളൂ. എന്തു പറയാനാ ഭഗവാൻ, എത്ര നല്ല സ്വഭാവ. ആ ഉരുമ്പെട്ടാളാണെങ്കി പൊന്നും മോള്. തന്തപ്പടിയാണെങ്കി മോളെ തലയിലെടുത്ത് വെച്ചിരിക്കുക. കല്യാണം കഴിഞ്ഞ് കെട്ടിയോന്റെ വീട്ടിലേക്ക് പോവില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെ. എന്റെ ഭഗവാനെ, നമുക്ക് കണ്ടറിയാം ഏത് രാജകുമാരൻ വന്നിവളെ കെട്ടിക്കൊണ്ടു പോകുന്ന എനിക്കൊന്ന് കാണണം. എന്തിനാടാ വെറുതെ നോ എൻട്രിയിൽ വന്ന് എൻട്രി തരുന്നേ? നിനക്കറിയില്ലേ സൂരജേട്ടനുള്ള ഈ ഹനുമാൻ ഗലിയില് ഗുലാബ് പാൻ മസാല അല്ലാതെ വേറെ ഒരു പാൻ മസാലയും വിൽക്കാൻ പറ്റില്ലെന്ന്. ചെന്ന് നിന്റെ ചേട്ടൻ സൂരജിനോട് പറ, ഇനി അങ്ങോട്ട് ഈ ഏരിയ മുഴുവനും എന്റേതാണ്, എന്റേത് മാത്രം. പട്ടികളാണ് ഏറിയ പിരിക്കുന്നത്. Yeah!